ഹലോ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരുന്നോ? ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഹാംവെൽ സൂവിലേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നത്തെ വെതറും നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ സമ്മർ സീസണിലാണ് ഇവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത് കേട്ടോ. ഇതൊരു ചെറിയ സൂ ആണ്. ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും അങ്ങനെ വലിയ വലിയ ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കുറേ ബേർഡ്സും കുറേ ഡക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുണ്ടായിരുന്നത്. പിന്നെ സൂവിന് പുറത്താണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ഏരിയ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ അമ്മ അങ്ങനെ പോസ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ലാസ്റ്റ് ഒരു 8 മന്ത് സ്റ്റാർട്ടിങ് ആയപ്പോഴാണ് അമ്മ നാട്ടിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് എത്തിയത്. അപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ഫിസിക്കലി വീക്കായി തുടങ്ങിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും അമ്മയെ കൊണ്ട് കറങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ റാബിറ്റ്സിനെ കണ്ടിട്ട് തുമ്പിക്കുട്ടി വീട്ടിൽ കൊണ്ടുപോകണം എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ക്യൂട്ടായിരിക്കുന്നില്ലേ കാണാൻ? ഇങ്ങനെ ക്യൂട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത് തന്നെയായിട്ട് പീക്കോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്പിക്കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സൂവിലൊക്കെ കൊണ്ടുവരുമ്പോൾ കുറേ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കുറേ ഡൗട്ട്സൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആൾ കാണാനൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ട്സൊന്നും നമ്മളടുത്ത് ചോദിക്കാറില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആൾ ക്ലിയർ ചെയ്ത് തരാണ് ചെയ്യാറ്. പിന്നെ സൂവിനകത്ത് തന്നെ ചെറിയൊരു ലേക്ക് ഉണ്ട്. അവിടെ കുറേ താറാവുകളുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തോടെ ഈ ഫ്ലെമിംഗോസ് നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആനിമൽസിനേക്കാൾ കൂടുതൽ ഇവിടെ അധികവും ബേർഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തുമ്പിക്കുട്ടിക്ക് അങ്ങനെ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണാൻ കറങ്ങി നടക്കുക. അവൾ കൂടുതലും ഫോക്കസ് ചെയ്തത് ഫ്രണ്ട്സിൻ്റെ കൂടെ മണ്ണ് വാരി കളിക്കുന്നതിലായിരുന്നു. അവിടെ ഒരു സാൻഡ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കറങ്ങി നടന്ന് ഫൈനലി നമ്മളൊരു രസകരമായ കാഴ്ചയിലേക്ക് എത്തിയിട്ടോ. ഇത് ആമക്കുട്ടന്മാരുടെ വീടാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 80-90 വയസ്സ് പ്രായമുള്ള ആമകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ആളുകൾ വന്ന് നോക്കുമ്പോഴും അവരുടെ ബഹളം കേൾക്കുമ്പോഴും ഒന്നും ഒരു പേടിയില്ല കേട്ടോ. അങ്ങനെ പതുങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. വരിയായിട്ട് ഈ കൂടിനുള്ളിൽ നിന്ന് ആമകൾ ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. അതിൽ വലുതും ചെറുതുമായിട്ടുള്ള ആമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ആളുകൾ ഈ സൂവിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ ആമക്കുട്ടന്മാരുടെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ. ഇവിടെയായിരുന്നു ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് കുട്ടികളും. അങ്ങനെ ഞങ്ങളും അവിടെ കുറേ അധികം നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ലഞ്ചിനുള്ള ടൈമായിട്ടോ. പിള്ളേർക്കൊക്കെ വിശക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം അകത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കുട്ടികൾ കുറച്ചും കൂടി ഹാപ്പി ആയത്. കുറേ നേരം അവർക്ക് ഇവിടെ കളിക്കാൻ ടൈം കിട്ടി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അടിപൊളിയായി കഴിഞ്ഞു പോയി. വീണ്ടും നമ്മുടെ കുറേ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ.